Hi friends, Assalamualaikum. Welcome to BARAS WORLD. അപ്പോൾ ഞാൻ ഇന്നിവിടെ വന്നിട്ടുള്ളത് ഒരു ചിക്കൻ നൂഡിൽസിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ ഞാൻ എൻ്റെതായ ഒരു രീതിയിലാണ് ഉണ്ടാക്കുന്നത്, നന്നായിട്ട് സ്പൈസി ആയിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും വീഡിയോ കാണണം, ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ആദ്യം തന്നെ ഞാനൊരു പാന് വെച്ചിട്ടുണ്ട്. അത് ചൂടായതിന് ശേഷം 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒന്ന് എണ്ണ ചൂടായതിന് ശേഷം ചിക്കൻ ഇട്ട് കൊടുക്കണം. അപ്പോൾ ഞാൻ ബോൺലെസ് ചിക്കന് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തതാണ്. അതിപ്പോൾ 1 കപ്പ് ബോൺലെസ് ചിക്കൻ എടുത്തിട്ടുണ്ട്, അത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ സോയാ സോസും കൂടി ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഉപ്പ് കുറച്ചിട്ട് കൊടുത്താൽ മതി, കാരണം നമ്മൾ ഡാർക്ക് സോയാ സോസാണ് ഒഴിച്ചിട്ടുള്ളത്. അപ്പോൾ ഉപ്പ് നോക്കിയിട്ട് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഞാൻ കുറച്ച് ഉപ്പേ ഇട്ട് കൊടുത്തിട്ടുള്ളൂ. പിന്നെ നമുക്ക് മസാലയും കൂടി ഇടുമ്പോൾ കറക്റ്റ് ആവുന്നുള്ള രീതിയിലാണ് ഞാൻ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതിന് ശേഷം നമ്മൾ ഉപ്പ് നോക്കിയിട്ട് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ചിക്കനിലെ വെള്ളമെല്ലാം വറ്റിട്ട് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് വെജിറ്റബിൾസും കൂടി ആഡ് ചെയ്യണം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഇതിലേക്ക് ജിഞ്ചർ ഗാർലിക് ചെറുതായിട്ട് അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഉണ്ടെങ്കിൽ അത് 1 ടീസ്പൂൺ ഇട്ട് കൊടുത്താൽ മതി. എൻ്റെ കയ്യിൽ അതില്ലാത്തത് കൊണ്ടാണ് ഞാൻ ചെറുതായിട്ട് അരിഞ്ഞിട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ജിഞ്ചർ ഗാർലിക് ഒന്ന് മൂത്ത് വന്നതിന് ശേഷം നമുക്ക് ബാക്കി വെജിറ്റബിൾസും കൂടി ആഡ് ചെയ്യാം. അപ്പോൾ ഞാൻ ഇതിലേക്ക് 1 കപ്പ് ഉള്ളി നീളത്തിൽ അരിഞ്ഞിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഉള്ളി നന്നായി വഴണ്ടി വന്നിട്ടുണ്ട്. അതിനുശേഷം ഞാൻ ഇതിലേക്ക് 1 കപ്പ് ക്യാരറ്റും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നീളത്തിൽ അരിഞ്ഞിട്ടാണ് വെജിറ്റബിൾസ് ഞാനിതിൽ യൂസ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാ വെജിറ്റബിൾസും ഇതിൽ നീളത്തിൽ അരിഞ്ഞെടുക്കണം. ഇനി ചേർക്കേണ്ടത് ക്യാപ്സിക്കാണ്. ക്യാപ്സിക്കും ഇതേപോലെ തന്നെ നീളത്തിലാണ് അരിഞ്ഞിട്ടുള്ളത്. അതും കൂടി 1 കപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ വെജിറ്റബിൾസ് എല്ലാം നന്നായിട്ട് കുക്കായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർക്കണം. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഒരു 1/2 ടീസ്പൂൺ പെപ്പർ പൗഡർ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് ചില്ലി പൗഡറാണ്. അപ്പോൾ ഞാനിവിടെ ഒരു 1/2 ടീസ്പൂൺ ചില്ലി പൗഡർ ഇട്ട് കൊടുക്കുന്നുണ്ട്. കാരണം നമ്മൾ പെപ്പർ പൗഡറൊക്കെ ഇട്ട് കൊടുത്തതുകൊണ്ട് നല്ല സ്പൈസി ആയിരിക്കും. അപ്പോൾ 1/2 ടീസ്പൂണിൻ്റെ ആവശ്യമുള്ളൂ. കൂടുതൽ സ്പൈസി ആണെങ്കിൽ നിങ്ങൾക്ക് ഒരു ടീസ്പൂണോളം ചില്ലി പൗഡർ യൂസ് ചെയ്യാം. പിന്നെ വേണ്ടത് സോസാണ്. അപ്പോൾ ഞാൻ 1 ടീസ്പൂൺ സോയാ സോസും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഡാർക്ക് സോയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഞാനത് ചിക്കനിലും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ബാറ്ററി ലോ ആയിട്ടോ, അതുകൊണ്ട് ലൈറ്റ്സും പോയി. അപ്പോൾ രണ്ടാമത് ചാർജ് വെച്ചിട്ട് ഞാൻ രണ്ടാമത് ഷൂട്ട് ചെയ്ത് തന്നെ. അപ്പോൾ ഞാൻ 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ മസാല നല്ല ജ്യൂസി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നൂഡിൽസ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ ബോയിൽ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു നൂഡിൽസ്. അപ്പോൾ അത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കണം. അപ്പോൾ നമ്മൾ നൂഡിൽസ് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് മസാലയിൽ. അപ്പോൾ അടിപൊളി ജ്യൂസി ആയിട്ടുള്ള നൂഡിൽസ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം.
അപ്പോൾ ഞാൻ ഇതേപോലെ ഒന്ന് സെർവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. എല്ലാവരും ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം. അപ്പോൾ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. കൂടെ സബ്സ്ക്രൈബും കൂടി ചെയ്യണം. അപ്പോൾ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ. Hold me close till I get up. Time is barely on our side.